ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നല്ല അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായില്ലേ? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടേ നിങ്ങൾക്ക്? ഈ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതല്ല, ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളാം, ക്ലാസ് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വേഗം ഫീഡ്ബാക്ക് കൂടെ ഇട്ടേക്ക് കേട്ടോ, ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണണം, കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കുന്ന, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നല്ലോണം കൃത്യമായിട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് പഠിച്ചോളാം. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നല്ലേ, ബാ പഠിക്കാം. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് ടെക്സ്റ്റ് ബുക്കിലൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കാണാം, ചോദ്യം വായിക്കാം. വേഗം കേട്ട ക്വസ്റ്റ്യൻ എന്താണ്? ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 36. വാട്ട് ആർ ദ നമ്പേഴ്സ്? അല്ലേ, 3 എണ്ണൽ സംഖ്യകളുടെ തുക അല്ലേ എത്രയാണ്? 36 ആണെങ്കിൽ ആ 3 എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. എൻ്റെ പൊന്നുമക്കൾ, സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇക്വേഷൻസ്, സമവാക്യങ്ങൾ. ആദ്യം ഈ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം നിങ്ങളൊരു ഇക്വേഷൻ, സമവാക്യം രൂപീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദ്യത്തിൽ വ്യക്തമാണ്. അപ്പം സംഖ്യകൾ അല്ലേ, അതായത് നമ്പേഴ്സ് നമ്മൾ എന്താ എടുക്കണം എന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ആദ്യത്തെ എണ്ണൽ സംഖ്യനെ ഞാൻ എന്തെടുക്കാം? എക്സ് എന്ന് വിളിക്കാം. നമുക്കറിയത്തില്ല എന്താ എക്സ്. ഒരു നമ്പറിന് പകരം ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ആണ് ആദ്യത്തെ എണ്ണൽ സംഖ്യ. ഞാൻ ചോദിക്കട്ടെ, എണ്ണുന്ന നമ്പേഴ്സ് ഏതൊക്കെയാടാ? 1 കഴിഞ്ഞാൽ പിന്നെ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4. അതായത് ഓരോന്ന് കൂടിയല്ലേ വരിക. അപ്പോൾ ഫസ്റ്റ് എണ്ണൽ സംഖ്യ ഞാൻ എക്സ് എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ അടുത്ത എണ്ണൽ സംഖ്യ ഏതായിരിക്കും വരിക? എടാ പറയ്, അടുത്ത എണ്ണൽ സംഖ്യ എക്സിനോട് 1 കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 1, 2, 3 എണ്ണൽ സംഖ്യകളുടെ ഗ്യാപ്പ് എപ്പോഴും എത്രയാണ്? 1 ആണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണൽ സംഖ്യയുടെ അടുത്തുള്ള എണ്ണൽ സംഖ്യ എക്സിൻ്റെ അടുത്തുള്ളത് x+1. യെസ്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നായി x+1 ഒന്നും കൂടെ ഉണ്ട്, അതാ 3 എണ്ണം. അതാ 3 എണ്ണൽ സംഖ്യ ഉണ്ട് അല്ലേ? 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, 3 അടുത്തടുത്താണ്. അപ്പോൾ ഒന്നും കൂടെ വേണം, ഒന്നും കൂടെ കൂട്ടിയാൽ മതി, അപ്പോൾ അടുത്ത് കിട്ടും. അപ്പോൾ x+2 ഈ 3 എണ്ണൽ സംഖ്യകളാണ് നമ്മുടെ നമ്മുടെ ബീജഗണിതം ഉപയോഗിച്ചിട്ട് സാധനം കണ്ടുപിടിച്ചു. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ 3 ചോദ്യം വായിക്കാൻ പറയാം. നോക്ക്, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക. ഇതല്ലേ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ആ 3 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് ചെയ്യണം? തുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുക. സം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുക. അപ്പോൾ ഈ 3 കൂടെ കൂട്ടണം. അപ്പോൾ 3 കൂടെ കൂട്ടുന്നത് ഞാൻ കാണിച്ചുതരാം. ആദ്യം എക്സ്, ഓക്കെ, പ്ലസ് അടുത്തത് x+1. റെഡിയാണല്ലോ. അടുത്തത് x+2 അല്ലേ? ഇത് 3 കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും എന്ന് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞു. എത്രയാണ്? 36 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36. എടാ, ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. കാരണം അറിയോ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. എങ്ങനെ മോഡിഫൈ ചെയ്ത് നോക്ക്. ഇതാ കണ്ടോ, ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ഇവിടെ ഒരു എക്സ്, ടോട്ടൽ 3x ആയി. നമുക്ക് കിട്ടി 3x. ഇവിടെ ഒരു 1, ഇവിടെ ഒരു 2, 1, 2 കൂട്ടിയാൽ 3 അല്ലേ? അപ്പുറത്ത് ആരുണ്ട്? 36 ഈക്വൽ ടു 36. എക്സിൻ്റെ ഉള്ളിലുള്ള കിടക്കണ വില കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നായും ആ എക്സിന് ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് നിർത്തുക. ഒറ്റയ്ക്ക് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ അങ്ങോട്ടും പറഞ്ഞേക്കുക. അപ്പോൾ എക്സിൻ്റെ വില കിട്ടും. അപ്പോൾ എങ്ങനെ എക്സിൻ്റെ വില കിട്ടുക എന്ന് പറഞ്ഞുതരാൻ നോക്കിക്കോ. ആദ്യം +3 എടോ അങ്ങോട്ട് പോയി. +3 അവിടേക്ക് പോകുമ്പോൾ എന്താവും? -3 ആയിട്ട് മാറും. അപ്പോൾ 3x ഈക്വൽ ടു 36 - 3 അല്ലേ? അപ്പം എങ്ങനെ വരിക? ഞാൻ അപ്പുറത്ത് ചെയ്ത് തരാൻ നോക്കിക്കോ. 3x ഈക്വൽ ടു 36 3 കുറച്ചാൽ 33. നിങ്ങൾക്കറിയാലോ അത് കുറയ്ക്കുമ്പോൾ 33 ആണ്. 33 ആണ് കിട്ടിയത്. പക്ഷേ എക്സിൻ്റെ ഉത്തരമായിട്ടില്ല. എക്സിന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇവിടെ ഈ 3 × 3 ആണ് കേട്ടോ. 3 × x ആണ്. അതുകൊണ്ട് × 3 ഇവിടേക്ക് പോകുമ്പോൾ /3 ആയിട്ട് മാറും. അപ്പം നമുക്ക് നമ്മുടെ ഉത്തരം ഒരേ പൊളിയായിട്ട് കിട്ടും. x ഈക്വൽ ടു 33/3. 33-ൽ എത്ര 3 ഉണ്ട്? 11 എണ്ണം ഉണ്ട് കേട്ടോ. 11. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. എക്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വില കിട്ടിയടാ. ഏതാണ്? 11. മക്കളെ, എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സിൻ്റെ അടുത്ത നമ്പർ കാണാം. നമുക്കെന്താ കിട്ടിയത്? എക്സിൻ്റെ വില 11 എന്ന് കിട്ടി.
അപ്പൊ 11 എക്സിന്റെ വില. പക്ഷെ അടുത്ത നമ്പർ 3 സംഖ്യകൾ ഉണ്ടെന്ന് ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അടുത്ത സംഖ്യ അല്ലെ എക്സിന്റെ ഒരു സംഖ്യ. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാടാ? സംഖ്യകൾ നമ്പേഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് നമ്പർ 11 ആണെങ്കിൽ അതിന്റെ അടുത്ത സംഖ്യ ഏതാ? 12. അതിന്റെ അടുത്ത സംഖ്യ ഏതാ? 13. ദേ നമ്മുടെ തരം ഒരേ പൊളി സംഖ്യകൾ ഏതൊക്കെയാ? 11, 12, 13 ആയിരിക്കും കേട്ടോ. അപ്പോൾ x+1 x+2 അതുകൊണ്ട് എന്ത് ചെയ്യണം? 11, 12, 13 എടുത്തേക്കണം കേട്ടോ. എടുക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്തേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യുക. ചോദ്യം ഞാനൊന്ന് വേഗം വായിച്ചു തരാം. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 36. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ മാതിരി സംഖ്യകൾ കണ്ടുപിടിക്കണം അല്ലേ. സംഖ്യകൾ നമുക്കറിയോ? നമ്മുടെ സംഖ്യകൾ നമ്പേഴ്സ് നമുക്കറിയത്തില്ല. ഫസ്റ്റ് നമ്പറിന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് എന്നാ കൊടുക്കാം? നിങ്ങൾ പറ, ഏതാ കൊടുക്കാം? നമ്മൾ എക്സ് അല്ലാണ്ട് പിന്നെ ആരെയാ നമുക്ക് ഇഷ്ടം? എക്സ് നമുക്കൊക്കെ എക്സിനെ ഇഷ്ടമല്ലേ. ഓക്കെ, ഇവിടെ പക്ഷേ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കാൻ പാനെ. എന്താ ക്വസ്റ്റ്യൻ? ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. എന്താ പറയുന്നത്? അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളാ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്ക്. 2 തുടങ്ങുന്ന ഇരട്ട സംഖ്യ അല്ലേ. 2 ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പിന്നെ 4. അപ്പോൾ ഒരു 2 കൂടിയാണ് പിന്നെയും പോകുന്നത് അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിലും ഇനി ഈവൻ ഒറ്റ സംഖ്യ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 2 കൂട്ടുന്നത്. അടുത്ത സംഖ്യ കിട്ടണമെങ്കിലേ ആദ്യത്തേത് നിങ്ങൾ എക്സ് എടുത്താലേ പിന്നെ 1 കൂട്ടാൻ നിൽക്കരുത്. 1 കൂട്ടിയാൽ എന്താവും? എണ്ണൽ സംഖ്യ ആവുക. അപ്പോൾ ഇരട്ട കിട്ടണമെങ്കിൽ 2 കൂട്ടണം. ഒറ്റയാണെങ്കിൽ 2. കാരണം എന്താ? 2 കഴിഞ്ഞ് 4 പിന്നെ 6 അങ്ങനെയല്ലേ പോവുക. അപ്പോൾ 2 കൂടി വരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പാണ് കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത സംഖ്യ x+2. അതിൻ്റെ അടുത്ത സംഖ്യ ഏതായിരിക്കും വരാം? x+4. കണ്ടോ, 2 കൂടി വരും. ഇനി എന്താ ചോദ്യം നോക്കുക? സം ഓഫ് തുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് 3 കൂട്ടമ്പാനെ. ദാ ഫസ്റ്റ് സംഖ്യ പ്ലസ് സെക്കൻഡ് x+2 സംഖ്യ പ്ലസ് അടുത്ത x+4 സംഖ്യ. അപ്പോൾ അതാണ് 3 നമ്പേഴ്സ്. 3 കൂടെ കൂട്ടിയാൽ 36 ആണ് വരിക. നിങ്ങൾക്കറിയാലോ 36 വരുന്നത് 1, 2, 3. എത്ര എക്സുകൾ ഉണ്ടടാ? 3x. 3x അല്ലേ. 2ഉം 4ഉം കൂട്ട്. 2ഉം 4ഉം കൂട്ടി 6. അപ്പുറത്ത് ആരുണ്ട്? 36 ഉണ്ട്. ഇനി എന്താ ചെയ്യുക? എക്സിന് ഒറ്റയ്ക്കാക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ദാ കണ്ടോ നിങ്ങൾ എക്സിൻ്റെ ഒറ്റയ്ക്കാക്കുന്നത്? ഇവിടെ +6 അതേ പോയി കണ്ടോ. അപ്പോൾ +6 അങ്ങോട്ട് പോയി. ആ +6 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 3x = 36 - 6. 36 6 പോയാൽ എത്രയാടാ? 30 കേട്ടോ. അപ്പോൾ 3x = എവിടെ എഴുതുന്നുണ്ട്? 3x = 30. അപ്പോൾ എക്സിൻ്റെ വില അങ്ങ് കിട്ടൂലേ? 30/3. എങ്ങനെ കിട്ടിയെന്നറിയാലോ? ഈ ×3 എന്താ പോയി താഴോട്ട് /3 ആയിട്ട് മാറും. അപ്പോൾ 30/3. ദാറ്റ് ഈസ് ആൻസർ. x = 10. ദേ നമ്മുടെ തരം ഒരേ പൊളി 10. പക്ഷെ സംഖ്യകളായി എന്ന് വിചാരിക്കേണ്ട. ആദ്യത്തെ ഇരട്ട സംഖ്യ അല്ലേ, എക്സിൻ്റെ വില മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതും വീണ്ടും അടുത്തുള്ളതും കൂടെ വേണം. അപ്പോൾ നമുക്ക് സംഖ്യകൾ ഏതൊക്കെയാണ് സംഖ്യകൾ വരിക? പറ. ഫസ്റ്റ് നമ്പർ 10, അടുത്ത നമ്പർ 12 അല്ലേ. 2 കൂടിയിട്ടുള്ള നമ്പർ. വീണ്ടും അടുത്ത നമ്പർ 14 അല്ലേ. അങ്ങനെയല്ലേ x+2 x+4. അതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടിയേക്കണേ, കൂട്ടാൻ മറക്കല്ലേ. സെറ്റ്. റെഡിയാണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ സെറ്റായല്ലോ. ഇനി എങ്ങനെ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കുക പരീക്ഷയ്ക്ക്? ഇന്നലെ ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കമ്പാനെ, നല്ല രീതിയിൽ ശ്രദ്ധിച്ചോ. ചോദ്യം ഞാൻ വേഗം വായിക്കാം, നിങ്ങളും വേഗം ഉത്തരം എഴുതാൻ ശ്രമിക്കണേ. വേഗം കേട്ടോ. എക്സ് ഒരു ഒറ്റ സംഖ്യ ആയാൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? നേരത്തെ ഞാൻ പറഞ്ഞിനി ഇരട്ട സംഖ്യ ആണെങ്കിലും ഒറ്റ സംഖ്യ ഈവൻ ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഓഡ് നമ്പർ എങ്ങനെ? 1, 3, 5 അല്ലേ. അവിടെയും ഗ്യാപ്പ് 2ആണ്. 2 കഴിഞ്ഞിട്ടാണ് ഓഡ് ഒറ്റ സംഖ്യകൾ ഉണ്ടാവുന്നത് അല്ലേ. ഈവൻ നമ്പറും അങ്ങനെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്ക്. സംഖ്യകൾ നമുക്കറിയത്തില്ല. നമ്മുടെ നമ്പേഴ്സ് ആദ്യത്തെ സംഖ്യ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത എന്താ ചോദ്യം നോക്ക്. അടുത്ത ഒറ്റ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ അടുത്തുള്ളത് ഏതാ? ഒരു 2 കൂട്ടുക. x+2 ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരവായി. 1 മാർക്ക് നിങ്ങളെ പോക്കറ്റിൽ ചേട്ട് നിൽക്കണം അല്ലേ. പോക്കറ്റിൽ ഇട്ടോ, കളയണ്ട കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നോക്ക്. ആദ്യത്തെ സംഖ്യ എക്സ്, അടുത്ത് x+2 ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ അടുത്ത് തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ തുക
അല്ലേ? ഇവിടെ പറയുന്നത് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അതായത് സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. നേരത്തെ 3 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഒരു നമ്പർ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ 2 നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ? 2 നമ്പർ മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 2 നമ്പർ കൂട്ടുക, അതാ കൂട്ടിക്കോ. സം ഓഫ് ടു കോൺസിക്യൂട്ടീവ്, ഫസ്റ്റ് എക്സ് ആണ്, പ്ലസ് അടുത്തത് എക്സ് പ്ലസ് 2 ആണ്. അത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 72 കിട്ടും. സീക്വൽ ടു 72. 2 നമ്പറുണ്ട്, 2 നമ്പർ എടുത്താൽ മതി എന്ന് പറഞ്ഞേക്കുന്നതാ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. നോക്കാം എത്ര എക്സ് ഉണ്ട്. ഒരു എക്സ് നോക്കുമ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. 1 2. എത്ര എക്സ് ഉണ്ട്? 2 എക്സിലെ ഇതെന്താ അങ്ങനെ ആയത്? 2 എക്സ്, ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്, പ്ലസ് 2 അപ്പുറത്ത് ആര്? 72. ഇനി എന്താ ചെയ്യുക? എക്സിന് ഒറ്റയ്ക്കാക്കി എക്സിൻ്റെ വില കിട്ടുമോ? എക്സിന് ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ പേടിച്ചോ അവൻ്റെ വില കാണിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ +2 പോയി കണ്ടോ, അപ്പുറത്തെത്തും. അപ്പം എന്ത് വരും ഇവിടെ? 2x = 72 - 2 അല്ലേ? അപ്പം എങ്ങനെ വരാം? ഞാൻ ഇവിടെ തരാം കേട്ടോ. അപ്പം 2x = 70. എക്സ് ഒറ്റയ്ക്കല്ല, ഇപ്പം 2നെ കളയി, × 2 ഇങ്ങോട്ട് പോകുമ്പോൾ താഴെ വന്ന് നടക്കും കേട്ടോ. അപ്പം എങ്ങനെ വരാം? പറ. x = 70/2 കേട്ടോ. എവിടെ വരും? താഴത്ത് വരും കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ. 70ൻ്റെ താഴത്താണ് എന്ത് വരിക? /2 വരിക. അപ്പോൾ x = 70ൻ്റെ പകുതിയാണ്. 70/2 എന്ന് പറഞ്ഞാൽ 35 ആണ് ആദ്യത്തെ നമ്മുടെ ഓഡ് നമ്പർ ചോദ്യത്തിലെ. പക്ഷേ സംഖ്യകൾ കാണാൻ നിങ്ങൾ അടുത്ത നമ്പർ കൂടെ കാണണം. സംഖ്യകൾ ആദ്യത്തത് 35 ആണെങ്കിൽ ഒരു 2 കൂട്ടിയത് അല്ലേ, അതല്ലേ അടുത്ത ഓഡ് സംഖ്യ. അപ്പോൾ x + 2 കൂടെ കൂട്ടണം. അപ്പോൾ 35ഉം ഒരു 2 കൂട്ടണം, 37. ദേ നമ്മുടെ തരം ഒരേ പൊളി സെറ്റ്. അപ്പോൾ 35ഉം 37ഉമാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. സെറ്റാണോ? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേഗം കമൻറ്റ് സെക്ഷനിൽ ഇടണം. അതിനു മുന്നേ നിങ്ങളുടെ ഫീഡ്ബാക്കുകളിലെ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വെറുതെ ഇതിൻ്റെ ആൻസർ മാത്രമല്ല കമൻറ്റ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 2 is added to 3 times. മുന്നത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിലും ഈ ചാപ്റ്ററുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. മക്കളെ ചോദിക്കുന്നു പറഞ്ഞ ചോദ്യം ഞാൻ ഹിന്ദി തരാം. നോക്ക്, 3 times 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x അറിയാലോ. എത്ര പഠിച്ചതാ? എക്സിൻ്റെ മൂട്ടിൽ നമ്പർ ഇട്ട് കൊടുത്താൽ 3 മടങ്ങാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 ആഡ് ചെയ്യുക. ഇതാ കണ്ടോ, 2 is added, 2 കൂട്ടുക. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ എത്ര കിട്ടും എന്നാണ് പറയുന്നത്? 17 = 17. ഇക്വേഷൻ ഇവിടെ സെറ്റാ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. എക്സിനെ ഒറ്റയ്ക്കാക്കിയാൽ മതി, അപ്പോൾ എക്സിൻ്റെ വില കിട്ടും. അപ്പോൾ ആ എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഉറപ്പായിട്ടും ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID vvaishag JR. അപ്പോൾ ഈ ID-യിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം ഡൗട്ട്സ്. ഞാനെല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. പക്ഷേ വെറും ഡൗട്ട്സ് മാത്രമല്ല, നിങ്ങൾക്ക് നേരിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കണമെങ്കിലും ഈ ഒരു ID-യിലൂടെ നിങ്ങൾക്ക് പറയാം. മറക്കരുത്. ഫീഡ്ബാക്കുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പം മറക്കാണ്ട് തന്നെ എന്ത് ചെയ്തോളാം, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VJR. ഈ ചോദ്യം ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് ലൈക്ക് ചെയ്തിട്ട് മാത്രം പോകുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. താങ്ക് യു.